ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാലക്കൂട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സബോളയും ഒരു തക്കാളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു പകുതി ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ എത്രത്തോളം ചെറുതാക്കി എടുക്കാവോ അത്രയും നല്ല ടേസ്റ്റും കാണാൻ ഒരു ഭംഗിയൊക്കെ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ പലഹാരത്തിന് വേണ്ടിയുള്ള ഈ ഒരു മസാലക്കൂട്ട് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് മസാലപ്പൊടിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബാക്കിയായ ചപ്പാത്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ച് പരത്തി ഇതുപോലെ എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിലോ അല്ലാന്നുണ്ടെങ്കിൽ മൈദ മാവിലോ ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചുട്ടു വെച്ചിരുന്ന ബാക്കിയായിട്ടുള്ള ചപ്പാത്തിയാണ് എടുത്തിട്ട് അതിൽ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും ഇട്ട് കൊടുത്തിട്ട് പുഴുങ്ങിയ മുട്ട എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന്റെ ഈ ഒരു ഭാഗത്തും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. മസാലയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മുകളിലേക്ക് കൂടി കുറച്ച് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മടക്കിയെടുക്കാനുള്ളതാണ്. മടക്കിയെടുക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് ഒന്നും പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി വെള്ളത്തിലിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ചപ്പാത്തിക്ക് ചുറ്റും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമ്മൾ ഇതിനെ മടക്കി കൊടുത്താലും ഒട്ടിയിരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള ആ ഒരു മസാലയൊക്കെ പുറത്തോട്ട് പോകും. ഞാനിപ്പോൾ ഇതിന്റെ 2 അറ്റവും ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു വശവും കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് നല്ലപോലെ ഒട്ടിയിരുന്നോളും. പിന്നെ പുറത്തോട്ടൊന്നും പോവില്ല. എന്നിട്ട് ഇതിന്റെ ഈ ഒരു 2 അറ്റവും ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര പലഹാരമാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 5 എണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കൂടി ഇതുപോലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടും കൂടെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്താൽ ഈ പലഹാരം കാണാൻ ഒരു ഭംഗിയും അതുപോലെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുള്ള സ്പേസേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരികയും അതേപോലെ തന്നെ ആ ഒരു മുട്ടയിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയത്ത് വേവിച്ചെടുക്കരുത്. ഒരൊറ്റ മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് വീണ്ടും അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എത്ര എണ്ണമാണോ വേവിച്ചെടുക്കാനുള്ളത് അത്രയും വേവിച്ചെടുക്കുക. അതുപോലെ ഇത് ബട്ടറിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നെയ്യിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ ഓയിലിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ 1 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഞാനിതൊന്നും കൂടി തിരിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിയായി.
ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.